നമസ്കാരം. ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ നിയമസഭ സംഘർഷഭരിതമാണ്. സാധാരണ സഭയ്ക്കുള്ളിലാണ് സംഘർഷ ഭൂമിയാകാറുള്ളത്. എന്നാൽ സ്പീക്കറുടെ ഓഫീസ് ഉപരോധിക്കുന്നത് അടക്കമുള്ള അസാധാരണ സംഭവ വികാസങ്ങൾക്ക് കേരളം സാക്ഷിയായി. ഉന്തും തള്ളും ആക്രോശങ്ങൾക്കുമിടെ കുറെ MLA-മാരും കുറെ വാച്ചാൻ വാർഡും ആശുപത്രിയിലുമായി. ഇതിനേക്കാൾ ഏറെ വാർത്തകളിൽ നിറഞ്ഞത് VD സതീശൻ മുഹമ്മദ് റിയാസ് വാഗ്വാദമാണ്. സഭയിൽ നടക്കുന്നത് കുടുംബ അജണ്ടയാണെന്നും മരുമകൻ എത്ര വലിയ PR വർക്ക് നടത്തിയിട്ടും സ്പീക്കർക്ക് ഒപ്പം എത്തുന്നില്ല എന്ന ആദിയാണ് മുഖ്യമന്ത്രിക്കെന്ന് സതീശൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവായത് പിൻവാതിലൂടെയാണോ എന്ന അപകർഷതാ ബോധമാണ് VD സതീശൻ എന്നാണ് മുഹമ്മദ് റിയാസിന്റെ മറുപടി. മുഖ്യമന്ത്രി മറുപടി പറയേണ്ട ഒരു കാര്യത്തിലും റൂൾ 50 നോട്ടീസ് അനുവദിക്കുന്നില്ലാത്ത ഒരു സ്ഥിതിയാണ് വന്നിരിക്കുന്നത്. മാത്രമല്ല, പരിഹാസമാത്രമായി മാറുന്നത് സ്പീക്കറാണ്. കാരണം സർക്കാർ ഇത് അനുവദിക്കാതാവുമ്പോൾ സ്പീക്കർക്ക് അത് അനുവദിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് സ്പീക്കറെ നിർബന്ധിക്കുകയാണ്, ഇത് അനുമതി കൊടുക്കാതിരിക്കാൻ വേണ്ടി. സ്പീക്കറെ പരിഹാസപാത്രമാക്കാനുള്ള ഒരു കുടുംബ അജണ്ടയുടെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ കുറച്ചു ദിവസമായി നിയമസഭയിൽ ഇത് നടക്കുന്നത്. മരുമകൻ എത്ര വലിയ PR വർക്ക് നടത്തിയിട്ടും സ്പീക്കറോടൊപ്പം എത്തുന്നില്ല എന്നുള്ള ആധിയാണ് സ്പീക്കറെ പരിഹാസപാത്രമാക്കി പ്രതിപക്ഷത്തിന്റെ ശത്രുവാക്കി മാറ്റി നിയമസഭാ നടപടിക്രമങ്ങളെ അട്ടിമറിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കുടുംബ അജണ്ടയാണ് ഇപ്പൊ സഭയിൽ നടക്കുന്നത്. രാഷ്ട്രീയ വഞ്ചന തുടർച്ചയായി പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയാണെങ്കിലും കേന്ദ്രം ഭരിക്കുന്ന BJPയും BJPയെ നിയന്ത്രിക്കുന്ന RSSുമായി കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനൊരു അന്തർധാരയുണ്ട് എന്ന് സ്ഥാപിക്കുന്ന നിലയിലുള്ള സംഭവങ്ങളാണ് പലപ്പോഴായി നടക്കുന്നത്. രാഷ്ട്രീയത്തെ പ്രതികരിച്ചിട്ടാണ് അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിന് നിരവധി പേർ ഒരുപാട് ത്യാഗം സഹിച്ചു. അന്ന് പ്രതിപക്ഷ നേതാവിന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ജീവിതത്തിൽ ഇന്ന് വരെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരു ജയിൽവാസം ഒരു ദിവസം ഒരു 30 മിനിറ്റ് പോലും അനുഭവിക്കാത്ത വ്യക്തിക്ക് രാഷ്ട്രീയ ത്യാഗം എന്താണെന്ന് അറിയില്ല. അദ്ദേഹത്തിന് ആകെ അറിയുന്നത് 30 കൊല്ലം MLA മൂന്നിലും ഉറപ്പിലും സഭയിലും പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന് വേറെ ഒന്നും അറിയില്ല. ചീഫ് എഡിറ്റേഴ്സ് കോളം വിലയിരുത്തുന്നു. കുടുംബവാഴ്ചയും പിൻവാതിൽ നിയമനവും. ചീഫ് എഡിറ്റേഴ്സ് കോളത്തിൽ ഇന്ന് എന്നോടൊപ്പം ചേരുന്നു ശ്രീനാഥ്. ഇന്നലെയും നമ്മൾ സഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് വിശദമായി ചർച്ച ചെയ്തത്. ഇന്നിപ്പോൾ ഇന്നലത്തേക്കാൾ കൂടുതൽ വിഷയങ്ങൾ സഭയിലുണ്ടായി. കഴിഞ്ഞ ദിവസം സ്പീക്കർക്ക് എതിരെയും ഇന്നും സ്പീക്കറെ കുറ്റം പറഞ്ഞുകൊണ്ട് സ്പീക്കർക്കെതിരെ പ്രതിഷേധം നടത്തി. തുടർന്ന് സ്പീക്കറെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. ഇന്നലെ എന്ത് നിലപാടായിരുന്നു? അതിന് ഘടകവിരുദ്ധമായ ഒരു നിലപാടാണ് ഇന്ന് പ്രതിപക്ഷം സ്വീകരിച്ചതെന്ന് ഓർക്കുമ്പോൾ അതിനൊരു രസകരമായ ഒരു മാനം ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്നിപ്പോ രസകരമായി സംഭവിച്ചു. അസാധാരണമായ പല നടപടിക്രമങ്ങളും സഭയിൽ നമ്മൾ കണ്ടത്. കാരണം സഭയ്ക്കകത്ത് ബാനർ ഉയർത്തുകയും അവിടെ പോർവിളികൾ നടത്തുകയും ചെയ്യുന്ന പ്രതിപക്ഷം ഇന്ന് ആ സഭയും വിട്ടിറങ്ങി സ്പീക്കറുടെ ഓഫീസിന് മുന്നിലെത്തി കൂട്ടയടിയായിരുന്നു. അടിക്കിടയിൽ കുറെ MLA-മാർ ആശുപത്രിയിലായി, കുറെ വാച്ചാൻ വാർഡ്, വനിതാ വാച്ചാൻ വാർഡ് അടക്കമുള്ളവർ ആശുപത്രിയിലായിരിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്ത് പോകാം ആദ്യഘട്ടത്തിൽ. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു അസാധാരണമായ ഒരു നടപടിയിലേക്ക് കടന്നതിനെ കുറിച്ച് ശ്രീനാഥ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ശരിക്കും ഇതൊരു അസാധാരണ നടപടിയായിട്ട് കേരളക്കാർക്ക് തോന്നുന്നില്ല. കാര്യം ഇതിനു മുൻപ് തന്നെ സഭ പ്രക്ഷുബ്ധമായിരുന്നു താനും. അതോടൊപ്പം ഇതിനപ്പുറമുള്ള സംഭവവികാസങ്ങൾ കണ്ടുപരിചയിച്ചുകൊണ്ട് കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതുമയുള്ള സംഭവമല്ല. ഇതിനു മുമ്പ് അറിയാമല്ലോ ഇത് നടന്നിട്ടുള്ളത് എന്താണ്. സഭയ്ക്കുള്ളിലുള്ള മൈക്കും കസേരയും എല്ലാം ആകാശത്തിലൂടെ പറന്നു പോകുന്ന നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതൊരു പുതുമയുള്ള കാഴ്ചയല്ല. ഇതിനകത്ത് പുതുമയുള്ള കാഴ്ച ഇവർ തമ്മിലുള്ള അടിയാണ്. അതായത് നിയമസഭാ സാമാജികർ തമ്മിൽ അടിക്കുക. അതോടൊപ്പം വാച്ചാൻ വാർഡുമാര്, അത് ലേഡീസ് ആയിട്ടുള്ളവർ വരെ ആശുപത്രിയിലാവുന്നു, MLA-മാര് ആശുപത്രിയിലാവുന്നു, ബോധക്ഷയം ഉണ്ടാകുന്നു. സച്ചിൻ ദേവിന്റെ പേര് വരെ ആദ്യഘട്ടത്തിൽ പരാമർശിക്കപ്പെടുന്നു. ആദ്യത്തെ തവണയാണ് സച്ചിൻ ദേവ് MLA ആവുന്നത്. ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു നിയമസഭാ സാമാജികൻ. അദ്ദേഹം വരെ അടിയിൽ പങ്കാളിയാകുകയും ചവിട്ടുകയും ചെയ്യുന്നു. നമ്മുടെ KK രമ ഉൾപ്പെടെയുള്ളവർക്ക് ഇതിൽ മർദ്ദനമേൽക്കുന്നു. പരിക്കേറ്റു എന്ന് തന്നെ പറയാം. കാര്യം അവരുടെ കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിലുള്ള നടപടികളിലേക്കൂടെ കാര്യങ്ങൾ നീങ്ങി പോകുമ്പോൾ ഇത് ഏത് വഴിക്കാണ് നമ്മുടെ MLA-മാര് പോകുന്നത് എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ടാവും.
സ്വാഭാവികമാണ് ആ ഒരു സംശയം. കാര്യം അതെ, സാധാരണ ഈ തമാശയായിട്ട് പലപ്പോഴും നമ്മൾ സിനിമകളിലും അല്ലാതെ തന്നെ പറയുന്നത് കേൾക്കുന്നുണ്ട് നിയമസഭയിൽ നടക്കുന്നതിനെ കുറിച്ച്. നമ്മൾ കേട്ട് വളർന്ന ഒരു സംഭവം തന്നെയാണ്. അതെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അതെ, ഇന്ന് കറക്റ്റായിട്ട് കണ്ടു, സാമാജികർ തമ്മിൽ തല്ലുന്ന കണ്ടു, പലരും ആശുപത്രിയിലാവുന്ന കണ്ടു എന്ന് വേണ്ട, ആകെപ്പാടെ സംഘർഷഭരിതമായിരുന്നു. എനിക്ക് തോന്നുന്നു അവിടെ കണ്ടുകൊണ്ടിരുന്നവർ പറയുന്നത് ചെറിയ ഒരു നടന്നു പോകുന്ന പോക്കിൽ ആരെയോ ചെറുതായോ തട്ടി, അവിടെ നിന്നാണ് ഒരു വലിയ വിവാദത്തിലേക്ക് എത്തിയത് എന്നാണ് പറയുന്നത്. ഇത് മനഃപൂർവ്വം അതിനെ അങ്ങനെ ഒരു പ്രതിഷേധം നടത്തുകയും പ്രതിഷേധത്തെ തുടർന്ന് ഇങ്ങനെ ഒരു സംഘർഷത്തിലേക്ക് പോകണം എന്ന ആരോ ഒരു ഹിഡൻ അജണ്ട വെച്ച് പെരുമാറിയത് പോലെ നമുക്ക് ഇതിനെ കാണാം. തീർച്ചയായും. എന്നാലും നമുക്കിനി ആ പോയിന്റിലേക്ക് വരാം, നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയത്തിലേക്ക് വരാം. കാരണം ഇവിടെ നിന്നാണല്ലോ ചർച്ച തുടങ്ങേണ്ടത്. പ്രധാനമായും ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് റിയാസ് വേഴ്സസ് സതീശൻ. അതെ, അതൊരിക്കലും വിട്ടുകളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം സതീശൻ ഇക്കാര്യം പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിലേക്ക് ഈ വിഷയം വളരെ ഗൗരവമായി വരാനുള്ളൊരു കാരണം സഭയിൽ മുഹമ്മദ് റിയാസ് പ്രയോഗിച്ചൊരു ഒരു പദമാണ്. അതായത് നട്ടെല്ലില്ല, വാഴപ്പിണ്ടി പോലെയാണ് പ്രതിപക്ഷത്തിന്റെ നട്ടെല്ല് എന്ന് പറയുന്ന ഇടത്ത് നിന്നാണ് ഈ വാഗ്വാദത്തിന് തുടക്കമാകുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായി പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്ന കാര്യം, ഈ സഭയിൽ പലപ്പോഴും പല പ്രധാനപ്പെട്ട വിഷയങ്ങളും ഞങ്ങൾ അടിയന്തര പ്രമേയം കൊണ്ടുവരും, പക്ഷേ അത് സ്പീക്കർ അനുവദിക്കുന്നില്ല. അത് സ്പീക്കർക്ക് അനുവദിക്കണമെന്ന് മനസ്സിൽ കാണും, പക്ഷേ അത് അനുവദിപ്പിക്കാതിരിക്കാൻ സർക്കാർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ വാദം. കാരണം ഇന്നലെ ബ്രഹ്മപുരം വിഷയം വന്നു, സഭയിൽ ഇന്നിപ്പോൾ പ്രധാനമായും വന്നിരിക്കുന്ന വിഷയം ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട കാരണം തലസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ ഇത്തരം അക്രമങ്ങൾ ഉണ്ടാകുന്നു. അതൊന്ന് ജനങ്ങളുടെ മുന്നിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് എന്ന തരത്തിലാണ് പ്രതിപക്ഷം അത് അവതരിപ്പിക്കാൻ കൊണ്ടുവന്നത്. അത് ഉമാ തോമസ് ആ ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കുകയും ചെയ്തു. പക്ഷേ അത് അംഗീകരിക്കുന്നില്ല. അത് അംഗീകരിക്കാതിരിക്കാൻ കാരണമായി പറയുന്നത് ഇത് വകുപ്പ് മുഖ്യമന്ത്രിയുടേതാണ്. ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളിൽ മുഖ്യമന്ത്രി എണീറ്റ് മറുപടി പറയാൻ തയ്യാറാകുന്നില്ല. മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞതുപോലെ ആ ഒരു മൗനം, ആ മൗനത്തെക്കുറിച്ച് പ്രതിപക്ഷം പറയുമ്പോഴാണ് വാഴപ്പിണ്ടിയാണ് എന്ന തരത്തിലുള്ളൊരു പരാമർശം വരുന്നത്. അതെ, പൊതുവെ സർക്കാരിനെ വിമർശിച്ചുകൊണ്ടുള്ള അടിയന്തര പ്രമേയങ്ങൾക്കൊന്നും ഈ അടുത്ത കാലത്തായിട്ട് എനിക്കൊന്ന് എ ഷംസീർ സ്പീക്കറായതിനു ശേഷമാണെന്ന് തോന്നുന്നു ഇതിനോടല്ല ഒരു വിമുഖതയാണ്. ഇതൊന്നും നടപ്പിലാക്കില്ല, അടിയന്തര പ്രമേയം കൊണ്ടുവരുന്നു, അതുടനെ ഒരു സങ്കോചവും ഇല്ലാതെ തള്ളിക്കളയുന്നു. ഇതാണ് സ്ഥിരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് നമ്മൾ സഭ കൂടിയത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം അതാണ്. ഇവിടെ ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇദ്ദേഹം രാഷ്ട്രീയം കളിക്കുന്നുണ്ട്. വ്യക്തമായി ഷംസീർ രാഷ്ട്രീയം കളിക്കുന്നതുകൊണ്ടാണ് ഈ രീതിയിലൊരു തടസ്സവാദവുമായിട്ട് മുന്നോട്ട് വരുന്നത്. മുഖ്യമന്ത്രിക്ക് മറുപടി പറയേണ്ട സമയങ്ങളിൽ പിന്നെ പലപ്പോഴും ഇത്തരത്തിൽ പറയേണ്ടി വരുന്ന സാഹചര്യങ്ങളെ ഒഴിവാക്കി നിർത്താനുള്ള ശ്രമവും ഈ ഷംസീറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. നമുക്ക് ബഹുമാനിക്കേണ്ട ഒരാൾ തന്നെയാണ്, എന്നിരുന്നാൽ പോലും അവിടെയെല്ലാം ഒരു തരത്തിൽ രാഷ്ട്രീയം കലർത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം, ഒരുപക്ഷെ പ്രതിപക്ഷം പറയുന്നതിൽ കുറച്ച് കഴമ്പുണ്ടോ എന്നൊരു സംശയം തോന്നുന്നു. കാരണം വളരെ പ്രധാനപ്പെട്ട അടിയന്തര പ്രമേയങ്ങൾ വരുമ്പോൾ അതിന് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ അതിലൊരു അമാന്തം ഉണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ അതിന് മറുപടി പറയാൻ ഒരു വിമുഖത കാണിക്കുന്നുണ്ടോ എന്നുള്ളത്. കാരണം മുഖ്യമന്ത്രി പലപ്പോഴും ഇപ്പോൾ സഭയിൽ എണീറ്റ് സംസാരിക്കുന്നത് വളരെ ചുരുക്കമാണ്. അതെന്താണ് അതിനോട് പിന്നിലുള്ള കാരണമെന്ന് മനസ്സിലാകുന്നില്ല. പലപ്പോഴും പല വിഷയങ്ങളിലും അദ്ദേഹം പ്രതികരിക്കുന്ന വളരെ ചുരുക്കം വാക്കുകളിലാണ്, അല്ലെങ്കിൽ ഇത്തരം വിശദമായ വിഷയങ്ങളിലേക്ക് ചർച്ചയിലേക്കോ മറ്റേലേക്ക് പോകാൻ തയ്യാറാകുന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഒരു ബ്രഹ്മപുരത്തെ കുറിച്ച് ഇന്ന് തന്നെ അദ്ദേഹം പറഞ്ഞ വളരെ ചുരുങ്ങിയ വാക്കുകൾ മാത്രമാണ്. അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്നും അവിടെ എല്ലാവരും അവലോകന യോഗം കൂടി എന്നുള്ള വളരെ ചെറിയ ചെറിയ കാര്യങ്ങളും, അതോടൊപ്പം ഇന്നലെ തന്നെ സൂചിപ്പിച്ച പോലെ ഫയർ ഫൈറ്റേഴ്സിന് അവരെ അനുമോദിക്കുന്നു, അവരെ അഭിനന്ദിക്കുന്നു എന്നുള്ള വാക്കുകളല്ലാതെ മുഖ്യമന്ത്രി വേറൊന്നും പറഞ്ഞിട്ടില്ല. വീണ്ടും വിദേശ സംഘം എത്തി അത് പരിശോധിക്കുമെന്നുള്ള അടക്കമുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ ഇതിലേക്കാണ് പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പലപ്പോഴും മുഖ്യമന്ത്രിയുടെ പല വിഷയങ്ങളിലും ഇപ്പം സാധാരണഗതിയിൽ ഇപ്പൊ സ്വപ്ന സുരേഷുമായിട്ട് ഉയർന്നു വന്ന വിവാദത്തിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഇതായി കൂടിയായ ആഭ്യന്തര വകുപ്പിനെ കുറിച്ചും കൂടി പരാമർശിക്കപ്പെട്ടപ്പോഴും അതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല. എം വി ഗോവിന്ദൻ മാസ്റ്ററെ മുഖ്യ പ്രതിസ്ഥാനത്ത് വരുന്ന രീതിയിൽ സ്വപ്ന സുരേഷ് ഒരു വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ അതിനെക്കുറിച്ചും ഒന്നും പറയാനില്ല. അപ്പൊ ഈ രീതിയിൽ ഇപ്പൊ ഈയിടെ കൊണ്ട് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒന്നും പറയാനില്ലാത്ത ഒരു അവസ്ഥയാണ്. ഇതിനിടയിൽ ആ കാര്യം പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് ഇന്ന് എംപിയിൽ വന്ന കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് പറഞ്ഞൊരു വാക്ക് ഇതാണ്. അതായത് സ്വപ്ന ആഴ്ചയ്ക്ക് വന്ന് സ്വന്തം ഭാര്യയെയും അമ്മായി അച്ഛനെയും പഞ്ഞിക്കിടുമ്പോൾ അതിന് കമാന്ന് ഒരക്ഷരം മറുപടി പറയാൻ ധൈര്യമില്ലാത്ത ഈ മൊയന്തനാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ നട്ടെല്ലിന്റെ ബലം പരിശോധിക്കുന്നത് എന്നുള്ളൊരു കമന്റാണ് പ്രതിപക്ഷത്തിന്റെ ഒരു പ്രധാന നേതാവിന്റെ എംപിയിൽ ഞാൻ കണ്ടത്. അപ്പോൾ ഈ ശ്രീനാഥ് ആ സ്വപ്നയുടെ കാര്യം പറഞ്ഞു വന്നപ്പോൾ ഞാൻ അതുമായി കൂട്ടിച്ചേർത്തതാണ്. എനിക്ക് ഇടയ്ക്ക് തോന്നിയിട്ടുണ്ട്, സ്വന്തം ഭാര്യയെ കുറിച്ച് ഒരു സ്വപ്ന സുരേഷ് എന്ന് പറയുമ്പോഴും
അതിനകത്ത് എന്തെങ്കിലും വാസ്തവം ഉണ്ടോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ പോലും ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ തയ്യാറാവേണ്ടതാണ്. അത് അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹം വാഴപ്പിണ്ടി പോലെയുള്ള നട്ടലാണ് ഇവർക്ക് ഇരിക്കുന്നത്, പ്രതിപക്ഷത്തിന് ഇരിക്കുന്നതെന്ന് പറയുന്നു. പക്ഷെ വളരെ തന്ത്രപ്രധാനമായതും വളരെ ജനകീയമായ ഒരുപാട് വിഷയങ്ങൾ ശരിക്കും പ്രതിപക്ഷം സഭയിൽ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതിനെതിരെ സമരവും അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പറയുന്ന KT ജലീൽ ഉൾപ്പെടെയുള്ളവരുടെ വിഷയങ്ങൾ അവിടെ ഉയർത്തിക്കൊണ്ട് വന്നത് ഈ പ്രതിപക്ഷം തന്നെയാണ്. അപ്പം അതിശക്തമായ ജനങ്ങളെ ഒരുപാട് ബാധിക്കുന്ന വിഷയങ്ങൾ പലതും ഈ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ട് വന്നെങ്കിലും ഇതിനെയെല്ലാം അങ്ങ് നിലംപരിശാക്കുന്ന സമീപനമാണ് ശരിക്കും ഭരണപക്ഷത്തു നിന്നുണ്ടാകുന്നത്. പലരും അവിടെ നിന്ന് ബഹളം ഉണ്ടാക്കുക. ചില സമയങ്ങളിൽ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ തന്നെ ഇവിടെ സഭയിൽ ഭരണപക്ഷത്തുള്ളവർ തന്നെ ബഹളം വെച്ചു തുടങ്ങി. അപ്പോൾ ഈ രീതിയിൽ സഭാ നടപടികളെ ഒരു തരത്തിൽ പറഞ്ഞാൽ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ ഭരണപക്ഷവും ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായും അത് വളരെ വ്യക്തമാണ്. ഈ ഇവിടെ പറഞ്ഞു വന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഈ കുടുംബ അജണ്ട നടപ്പാക്കുന്നു എന്നുള്ളതാണ്. ഇത് കുറേ കാലങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ വാദമാണ്. അതായത് സഭയ്ക്കുള്ളിൽ മരുമകനും ആയിട്ടുള്ള ഒരു കുടുംബ വാഴ്ച അവിടെ നടക്കുന്നു. അത്ര ഇപ്പോൾ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ റിയാസ് ഇടപെട്ട് സംസാരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ കൂടുതൽ കാര്യങ്ങൾ സ്പീക്കറെ കൊണ്ട് സംസാരിപ്പിക്കാതിരിക്കാനുള്ള ഇടപെടലുകൾ നടത്തുന്നു. സ്പീക്കറെ അതെ ഒരു നോക്കുകുത്തിയാക്കി നിർത്തുന്നു. സ്പീക്കർ അതനുസരിച്ച് തൻ്റെ ഉള്ളിലെ രാഷ്ട്രീയം അവിടെ പുറത്തേക്ക് കൊണ്ടുവരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇങ്ങനെ വളരെ സജീവമായി പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. അതിൽ ഒരു കൃത്യമായൊരു മറുപടി, ഇന്നത്തെ ഈ റിയാസിൻ്റെ ഒരു മറുപടി അതെങ്ങനെയാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്? പ്രത്യേകിച്ചും സതീശൻ്റെ വിഷയങ്ങളിൽ പോകുമ്പോൾ സതീശനെ വളരെ നിശിതമായ ഭാഷയിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനെ വളരെ നിശിതമായ ഭാഷയിലാണ് റിയാസ് എന്ന് വിമർശിച്ചത്. അദ്ദേഹം വന്ന വഴികളെ കുറിച്ച് 30 മിനിറ്റ് പോലും ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ജയിൽവാസം അനുഷ്ഠിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചത്. നമുക്കറിയാവുന്ന പോലെ തന്നെയാണ് ഇപ്പം റിയാസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു രാഷ്ട്രീയത്തിന്റെ പിൻബലത്തിൽ SFI മുതൽ തന്നെ പ്രവർത്തിച്ചു വന്ന ഒരാൾ തന്നെയാണ്. അതോടൊപ്പം നമ്മൾ അദ്ദേഹത്തിനെ കുറിച്ച് പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും ഇദ്ദേഹവും ഈ പറയുന്ന സ്റ്റുഡൻസ് യൂണിയനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് ഈ നിലയിൽ എത്തിയ ഒരു മനുഷ്യൻ തന്നെയാണ്. രാഷ്ട്രീയത്തിന്റെ പാരമ്പര്യം കൂടുതലുള്ളത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന് തന്നെ ആയിരിക്കും, VD സതീശന് തന്നെ ആയിരിക്കും പ്രവർത്തിച്ചുള്ള പാരമ്പര്യം കൂടുതലുള്ളത്. അല്ല അതിലെനിക്ക് സംശയം തോന്നുന്നത് 30 കൊല്ലമായി അദ്ദേഹം MLA ആണ്. അപ്പോൾ 30 കൊല്ലമായി MLA ആയപ്പോൾ അദ്ദേഹം ഒരു പ്രാവശ്യം പോലും ജയിൽവാസം അനുഭവിച്ചില്ല എന്നാണ് റിയാസ് പറയുന്നത്. പക്ഷേ ജയിൽവാസമാണോ രാഷ്ട്രീയത്തിന്റെ ഒരു മാനദണ്ഡം ചോദിക്കേണ്ടിയിരിക്കുന്നു. കാര്യം ജയിൽവാസം അനുഷ്ഠിച്ചാലേ നമുക്ക് MLA ആകാൻ പാടൂ എന്നൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു സിസ്റ്റം ഒന്നും നമ്മുടെ വ്യവസ്ഥയിലില്ല. അങ്ങനെയാണെങ്കിൽ എത്ര പേരുണ്ട് ഈ പറയുന്ന പുതുതലമുറ സച്ചിൻ ദേവ് ഏതെങ്കിലും തരത്തിൽ അങ്ങനെ പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പൊതുവിൽ എല്ലാവരും എടുത്ത് പരിശോധിക്കുമ്പോൾ അതൊരു ജയിൽവാസമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ജനകീയ പ്രശ്നങ്ങളിൽ എവിടെങ്കിലും പോയി തല്ലുണ്ടാക്കി വണ്ടിക്ക് കല്ലെറിഞ്ഞ് പൊതുവാഹനങ്ങൾ കത്തിച്ച് ഇതെല്ലാം കഴിഞ്ഞിട്ട് ജയിൽവാസം അനുഷ്ഠിച്ച് വരുന്നവരാണോ ശരിക്കും ജനകീയ നേതാക്കന്മാരെന്ന് പറയുന്നത്? ഒരിക്കലും അതിനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. എന്തെല്ലാം നമുക്കറിയാം, പണ്ട് SFIയുടെയോ അല്ലെങ്കിൽ DYFIയുടെയോ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്നു കഴിഞ്ഞാൽ സർവമാന പോലീസ് വണ്ടികളും കൂട്ടിയിട്ട് കത്തിക്കും, KSRTC ബസിന് കല്ലെറിയും. ഇതൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് ഇടതുപക്ഷ നേതാക്കളൊക്കെ തന്നെയാണ്. ഈ DYFIയിലും SFIയിലും പ്രവർത്തിക്കുന്ന പ്രവർത്തകർ തന്നെയായിരുന്നു ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം അവര് കുറച്ച് ഇപ്പൊ പ്രതിപക്ഷത്ത് കോൺഗ്രസ് വന്നപ്പോൾ അല്ലെങ്കിൽ UDF വന്നപ്പോൾ അവര് കുറച്ച് സമാധാനപരമായി കാര്യങ്ങൾ കുറച്ച് സ്വകാര്യ വാഹനങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ KSRTC അടക്കമുള്ള വാഹനങ്ങൾ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. പണ്ട് നമുക്ക് എപ്പോഴും അറിയാം, എനിക്കതൊന്നും എന്റെ കുട്ടിക്കാലത്തൊക്കെ തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ മിക്കപ്പോഴും സെക്രട്ടേറിയറ്റിന്റെ സൈഡിൽ ആ കണ്ടോൺമെന്റ് സ്റ്റേഷന്റെ സൈഡിലൊക്കെ ഈ ജീപ്പുകൾ കത്തിച്ച ജീപ്പുകൾ ഇട്ടേക്കുന്നത് കാണാം. ഇപ്പൊ ആ കാഴ്ചയൊന്നുമില്ല. കാര്യം പ്രതിപക്ഷത്തിരിക്കുന്ന UDF ആണ്. അവര് സമാധാനപരമായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പല സമരങ്ങളും അത് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഈ പൊതുമുതൽ നശിപ്പിച്ചുകൊണ്ട് ജയിൽവാസം അനുഷ്ഠിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ, അല്ലെങ്കിൽ അതാണ് ഒരു രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ MLA ആവാനുള്ള മാനദണ്ഡം എന്ന് പറഞ്ഞാൽ അതിനോട് യോജിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഒരു കേരളക്കാരന് അത് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതായാലും ഇന്ന് വളരെ രസകരമായി ഈ സംഭവ വികാസങ്ങൾ ഉണ്ടായപ്പോൾ FB പോസ്റ്റുകളുടെ ഒരു പൂരമാണ് കേട്ടോ. സോഷ്യൽ മീഡിയയിൽ കയറി നമ്മൾ നോക്കിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദമാണ്. മഹേന്ദ്രൻ എന്ന് വിളിക്കുന്നു, തിരിച്ചു മറുപടി നൽകുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ്. ഇന്ന് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞ മുഹമ്മദ് റിയാസിന് ചില ക്വാളിഫിക്കേഷൻസ് ചിലതൊന്ന് വായിക്കാം. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സെന്റ് ജോസഫ് സ്കൂൾ യൂണിറ്റ് പ്രസിഡന്റ്,
പിന്നീട് യൂണിറ്റ് സെക്രട്ടറി, ഫാറൂഖ് കോളേജിൽ യൂണിറ്റ് സെക്രട്ടറി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ഭാരവാഹി, SFI ജില്ലാ ഭാരവാഹി, DYFI യൂണിറ്റ് സെക്രട്ടറി മുതൽ അഖിലേന്ത്യാ പ്രസിഡന്റ് വരെ, CPIM ബ്രാഞ്ച് സെക്രട്ടറി മുതൽ സംസ്ഥാന സെക്രട്ടറി അംഗം വരെ, വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ച കാലയളവിൽ കൊടിയ പോലീസ് അതിക്രമണത്തിനിരയായി വിദ്യാർത്ഥി യുവജന സമരം നയിച്ചതിന്റെ പേരിൽ വിവിധ ഘട്ടങ്ങളിലായി 100ഓളം ജയിൽവാസം, DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരിക്കെ ദേശീയ തലത്തിൽ നേടിയ അംഗീകാരങ്ങൾ. അതൊക്കെയാണ് ഈ മുഹമ്മദ് റിയാസിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ. അതെ, ഈ രാഷ്ട്രീയ പ്രൊഫൈലിനെ പറ്റി പറയുന്നത്. പക്ഷെ അതേസമയം സതീശന്റെ പ്രൊഫൈലിൽ നമുക്ക് നോക്കി ജയിൽവാസങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ ജനകീയമായ ഒരുപാട് പ്രശ്നങ്ങളിൽ എനിക്ക് തോന്നുന്നു VD സതീശൻ കാര്യക്ഷമമായി ഇടപെട്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് ആയ സാഹചര്യം മുതൽ ആ സമയം മുതലുള്ള ഈ 2-3 വർഷക്കാലം നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും. ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അദ്ദേഹം ഒരുപാട് ജനകീയ വിഷയങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. അതിനെല്ലാം PR വർക്ക് എന്നുള്ള നിലയിൽ പലതും വീഡിയോ ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതിനെ പലതും PR വർക്ക് എന്ന് പറഞ്ഞിട്ടാണ് കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഈ പൊതുവെ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ അത് PR വർക്കാണ് എന്നുള്ള നിലയിലാണ് കാണുന്നത്. പക്ഷേ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട്. പല വിഷയങ്ങളിലും അവർ കർശനമായി ഇടപെടുകയും അതിന് വേണ്ട പരിഹാരം കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തവണയും ഇത്തവണയും അദ്ദേഹം നിയമസഭയിൽ എത്തിയത്. പ്രതിപക്ഷ നേതാവ് ആയതും അതുകൊണ്ട് തന്നെയാണ്. ഇതിന് മുമ്പുണ്ടായിരുന്ന പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. രമേശ് ചെന്നിത്തല ആയിരുന്നല്ലോ നമുക്ക് ഇതിന് മുമ്പുണ്ടായിരുന്ന പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം എന്താണ് ഇവിടെ ചെയ്തു കൂട്ടിയത്? അദ്ദേഹത്തിനെ കുറിച്ച് ആർക്കെങ്കിലും നല്ലത് പറയാനുണ്ടായിരുന്നു? ഇവിടെ വിഭാഗീയതയുടെ ഒരു വലിയ ട്രെൻഡ് കൊണ്ടുവരാൻ സാധിച്ചതും ഈ രമേശ് ചെന്നിത്തല ഉള്ള ഒരു സമയത്താണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ രണ്ടാമത് മാറ്റി നിർത്തിക്കൊണ്ട് KPCCക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ട് വന്നത്. പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് VD സതീശനെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അപ്പൊ ഈ രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങളിൽ നോക്കുമ്പോൾ എന്ത് തന്നെ ആയിരുന്നാലും ഇദ്ദേഹം ഇരിക്കുന്ന തട്ട് താന്ന് തന്നെ ഇരിക്കും, VD സതീശൻ ഇരിക്കുന്ന തട്ട്. അല്ലാതെ ഇവിടെ ഇപ്പം മന്ത്രിയായി പോയതുകൊണ്ടോ അല്ലെങ്കിൽ ആദ്യവട്ടം ഒരു MLA ആയി പോയതുകൊണ്ടോ ഒന്നും ഒരു പ്രയോജനമില്ല. അല്ല, ഇത്രയും SFI പ്രവർത്തിച്ചും DYFI പ്രവർത്തിച്ചും പാരമ്പര്യമൊക്കെ അവകാശപ്പെടാൻ പറഞ്ഞതൊന്നും കാര്യമില്ല, അതൊന്നും പറ്റിയ കാര്യങ്ങളല്ല. അതൊക്കെ ഇവിടെ മറ്റൊരു കാര്യമുണ്ട്. ഈ വിമർശനമായി വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടു പോകേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ RSSുമായും BJPയുമായും സതീശൻ ചില നീക്കുപോക്കുകൾ അല്ലെങ്കിൽ അത്തരമൊരു ചിന്ത, ഒരു അയഞ്ഞ സമീപനം എടുക്കുന്നു എന്ന് റിയാസ് ഇന്ന് വിമർശനമായി ഉന്നയിക്കുന്നുണ്ട്. കാരണം അതിൽ പറയുന്നത് മതനിരപേക്ഷ കോൺഗ്രസിനെ ഒറ്റുകൊടുക്കുന്ന ഒരു നിലപാടാണ് VD സതീശന്റെ ഭാഗത്ത് നിന്ന് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത് എന്ന ആ ഒരു വിമർശനം കൃത്യമായി വരുന്നുണ്ട്. അത് നമുക്കറിയാം. കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് സതീശൻ ഒരു പരിപാടിയിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട കുറെ ഫോട്ടോകളും അത്തരം വിമർശനങ്ങളും ഉയർന്നു വന്നാണ്. അത് CPM നന്നായി ഉപയോഗിക്കുകയും ചെയ്തു. അതിന് കൃത്യമായ മറുപടി സതീശന്റെ ഭാഗത്ത് നിന്ന് വരികയൊക്കെ ചെയ്തു. കുറെ നാളുകളായി നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന വലിയൊരു വിഷയമായിരുന്നു ഈ സതീശൻ ആ പരിപാടിയിൽ പങ്കെടുത്തതും VD സതീശന് ഈ സംഘപരിവാർ സംഘടനകളുമായി ഉണ്ടായ ഒരു അയവ് അല്ലെങ്കിൽ അതൊരു മൃദു സമീപനം തുടങ്ങിയവ. അപ്പൊ അതിന്ന് വീണ്ടും റിയാസ് ആവർത്തിച്ചിരിക്കുകയാണ്. അതിലാണ് അവിടെ റിയാസിന്റെ തുടക്കം തന്നെ, സംഭാഷണം തുടങ്ങുന്നത് തന്നെ ഈ കാര്യങ്ങൾ എടുത്തു ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്നു. മൃദു ഹിന്ദുത്വ സമീപനമല്ല മൃദു RSS സമീപനം എന്ന് തന്നെ എടുത്തു പറയുന്നുണ്ട്. അപ്പം ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സാറ് എനിക്ക് തോന്നുന്നു ഈ വർഗീയതയെ വോട്ട് ബാങ്ക് ആക്കുന്ന ഒരു സമീപനം ഈ അടുത്ത കാലത്തായിട്ട് CPM തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം. തീർച്ചയായും. അതുകൊണ്ട് തന്നെയാണ് ഈ ഹിന്ദുത്വ അജണ്ടകളെ എതിർക്കാൻ കാണിക്കുന്ന പരസ്യമായ ഒരു പ്രതികരണം. ഒരിക്കലും ഇതൊരു രഹസ്യമായി ഇവർ സന്ധി ചെയ്യുന്ന ഒരു സമീപനം തന്നെയാണ് ഇവർ തമ്മിലുള്ളത്. ഈ പറയുന്ന RSS ആണെങ്കിലും CPM ആണെങ്കിലും ഇവർ തമ്മിലൊരു ഹിഡൻ അജണ്ട വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പഴി മുഴുവൻ UDFിലേക്ക് പോവുകയും ചെയ്യും. അത് ഇന്നലെ പാലക്കാട് സംഭവം ഷാഫി പറമ്പിലിനെ ആക്രമിച്ചതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഷാഫി പറമ്പിൽ തോക്കുമെന്ന് പറയുമ്പോൾ അത് അവിടെ ഉണ്ടാകുന്ന ഒരു ആര് ജയിക്കുമെന്നുള്ളതിന്റെ ഒരു സൂചന കൊടുക്കുകയല്ലേ. BJP ജയിക്കണം എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് അവിടെ. അതെ. അപ്പൊ ശ്രീനാഥ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ ആ ഒരു മനസ്സിൽ അത്തരം ഒരു അജണ്ട ഒരു ഹിഡൻ അജണ്ട വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു സംശയം, സാധാരണ BJP ആണ് പറയാറുള്ളത് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന്. ഇതിപ്പോ കോൺഗ്രസ് മുക്ത കേരളം എന്ന് ഉദ്ദേശിക്കുന്നത് CPM ആണോ എന്നൊരു ആവാനാണ് സാധ്യത. കാര്യം മുഖ്യ എതിരാളി ഈ UDF ആണ്. UDFനെ തകർക്കുക. UDFനെ തകർത്തു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഫൈറ്റ് BJPയും CPM തമ്മിൽ ഉണ്ടാവും. ഇതിനു വേണ്ടി മാത്രമാണ് അടുത്ത BJP ഇവിടേക്ക് അധികാരത്തിലെത്തിക്കുക. ഇവിടെ കോൺഗ്രസ് തകർന്നു കഴിഞ്ഞാൽ വരുന്ന ഒരു പ്രശ്നം ഈ അഖിലേന്ത്യാ തലത്തിൽ സംഭവിച്ച പോലെയുള്ള പ്രശ്നങ്ങൾ കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് ഇവിടെ വഴിവെക്കും. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ തോതിൽ ഒരു വലിയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവും. ഇപ്പൊ നമുക്കറിയാം സുധാകരൻ KPCC അധ്യക്ഷനായിരുന്ന അദ്ദേഹം ഒരു പ്രസംഗത്തിനിടയിൽ പറഞ്ഞതാണ്, ഏതോ ഒരു പറഞ്ഞ കൂട്ടത്തില് RSSന്റെ സംഘങ്ങൾക്ക് ഞങ്ങൾ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പിള്ളേരെ പറഞ്ഞു വിട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് നേരത്തെ വീണ സംഭവമാണ്. അത് വലിയ വിവാദമായി. അത് പിന്നീട് ഇതിനെ വിവാദം ആക്കിക്കൊണ്ടുവരികയാണ് ചെയ്തത്. ഇതിനെ CPM അതിനൊരു അദ്ദേഹത്തിനെതിരായ ഒരു രാഷ്ട്രീയ ആയുധമാക്കിക്കൊണ്ട് ഇതിനെ വലിച്ചുയർത്തി കൊണ്ടുവന്ന് എത്തിക്കുക ചെയ്തത്.
ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ നോക്കിയാൽ കാണാം ഇവർ തമ്മിൽ ഒരു ഹിഡൻ അജണ്ട വർക്ക് ചെയ്യുന്ന പോലെ. ഇപ്പം പല കേസുകളുടെയും ഒരു കാര്യങ്ങൾ നോക്കി നമുക്ക് മനസ്സിലാവും. ഇപ്പം കെ സുരേന്ദ്രനെതിരെ ഉയർന്നു വന്ന കോഴക്കേസ് എവിടെ എത്തി? ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ലാവ്ലിൻ കേസ് ഇപ്പൊ എത്രയും 30 തവണയിൽ കൂടുതലായത് മാറ്റി വെച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇവിടെ എവിടെയാണ് ഈ കേരളയിൽ നടക്കരുത് എന്ന് പറഞ്ഞിട്ട് കേന്ദ്രമന്ത്രിമാരടക്കം ഇവിടെ വന്നിട്ട് പ്രക്ഷോഭം നടത്തുന്നു? എവിടെയെങ്കിലും പ്രധാനമന്ത്രിയുടെ ഒരു വാചകം ഉണ്ടായിരുന്നു, ഞങ്ങൾ കേരളയിൽ നടപ്പിലാക്കില്ല എന്ന് എവിടെയെങ്കിലും പ്രധാനമന്ത്രി പറഞ്ഞായിട്ട് ഞാൻ എങ്ങും കണ്ടിട്ടില്ല വാർത്ത. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പോലും വ്യക്തമായി അതിനെക്കുറിച്ച്, ആഭ്യന്തര റെയിൽവേ മന്ത്രാലയം പോലും വ്യക്തമായി അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. അതിലൊരു വ്യക്തത വരുത്താതെയാണ് എപ്പോഴും ഈ കേരളവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളെ കുറിച്ചോ കേന്ദ്രത്തിന്റെ ഒരു നിലപാട് വരുന്നത്. ഇത് വളരെ വ്യക്തമാണ്. അപ്പൊ ഇതിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഈ ആഭ്യന്തര വകുപ്പ് കയ്യിലിരിക്കുന്ന മുഖ്യമന്ത്രിയാണ് ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്ന കെ സുരേന്ദ്രനെ ഇതുവരെ തൊടാതിരിക്കുന്നത്. എത്ര തവണ ചോദ്യം ചെയ്തു? ആ കേസ് എവിടെ എത്തി? ഇതിനെക്കുറിച്ച് കേരളീയർക്ക് ആർക്കെങ്കിലും അറിയൂ? എന്തെങ്കിലും അറിയൂ? ഒന്നും അറിയില്ല. അതിനെക്കുറിച്ച് തുടരന്വേഷണം നടക്കുന്നില്ല. അദ്ദേഹത്തെ പിന്നെ അഴിമതി നടന്നു എന്ന് വ്യക്തമായി കെ സുന്ദര ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇത്ര പണം തന്നു. സി കെ ജാനിന്റെ ഒപ്പം നിന്നവർ പറഞ്ഞു ഇത്ര ലക്ഷം കൊടുത്തു. എന്നിട്ട് കൊടകരയിൽ പിടിച്ച പണം ഇദ്ദേഹത്തിന്റെ ആണെന്ന്, BJP നേതാവിന്റെ ആണെന്ന് അറിഞ്ഞു. ഇതിലൊന്നും ഒരു അനക്കവും ഇവിടെ എന്തുകൊണ്ട് CPM നടത്തുന്നില്ല? ഇവിടെ ആഭ്യന്തര വകുപ്പ് ഇരിക്കുന്ന മുഖ്യമന്ത്രിയുടെ കയ്യിലല്ലേ? അദ്ദേഹം CPM കാരൻ തന്നെ അല്ലേ ഇപ്പോഴും? അല്ലെ, ഈ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളാണ് ദിവസവും വരുന്നുണ്ട്. പക്ഷെ ആ വിഷയങ്ങൾക്കെല്ലാം മറുപടി പറയാനോ അല്ലെങ്കിൽ ഇതൊരു മൗനത്തിലൂടെ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അത് അടച്ചു വെക്കാനോ ഉള്ള ഒരു ശ്രമമാണ് നടക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ ശ്രീനാഥ്, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ചർച്ച ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എനിക്ക് തോന്നുന്നതാണ്, കാരണം സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട് വലിയൊരു ബോംബാണ് കഴിഞ്ഞ ദിവസം പൊട്ടിയത്. അവർ ഉന്നയിച്ച വാദങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കർണാടക പോലീസ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ തുടങ്ങി. കേരളത്തിലുള്ള ഒരു ഒരു പ്രധാനപ്പെട്ട വ്യക്തി ഇടനിലക്കാരനായി പ്രവർത്തിച്ച അടക്കമുള്ള വലിയ വാർത്ത വന്നു. പക്ഷേ കഴിഞ്ഞ 2 ദിവസങ്ങളായി ഈ സഭയിലെ അടിയും ബഹളവും കാരണം അതിലേക്ക് കാര്യങ്ങൾ ഒരുപക്ഷെ അത് അതിലേക്ക് കൊണ്ടെത്തിക്കാതിരിക്കാനുള്ള ഒരു ബോധപൂർവമായ ശ്രമം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളൊരു സംശയം. അതും സംശയിക്കേണ്ടിയിരിക്കും. സാറിന് പറഞ്ഞപ്പോഴാണ് ഞാനും അതിനെക്കുറിച്ച് ഓർക്കുന്നത്. അങ്ങനെ നമുക്ക് സംശയിക്കേണ്ടി വരും. ഇപ്പം വിജയ് പിള്ള വന്നു, അവർ തമ്മിലുള്ള കണക്ഷൻസും കർണാടക പോലീസ് അതിനെക്കുറിച്ച് അന്വേഷണം നടക്കുന്നു. EDക്ക് അവർ റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ MP ഗോവിന്ദൻ മാസ്റ്റർ വക്കീൽ നോട്ടീസ് അയച്ചു. ഇമാതിരി കാര്യങ്ങളൊക്കെ ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ മറച്ചു പിടിക്കാൻ വേണ്ടി നടക്കുന്ന ബോധപൂർവമായ ശ്രമങ്ങളായിരിക്കാം ഇതെല്ലാം നടക്കുന്നത്. നമ്മൾ കഴിഞ്ഞ തവണ ബ്രഹ്മപുരത്തെ കുറിച്ച് പറഞ്ഞപ്പോഴും സംസാരിച്ച കാര്യം അത് തന്നെയാണ്. ഇതെല്ലാം കൂടെ മറച്ചു പിടിക്കുക. ഈ കേസ് ഉയർന്നു വരാൻ ഇനിയും സാധ്യത ഒരുപാടുണ്ട്. കാര്യം അന്വേഷണം എന്തായിരുന്നാലും ഈ നമ്മുടെ സ്വപ്ന സുരേഷ് ഇതുവരെ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുകളെല്ലാം പരിശോധിക്കുമ്പോൾ ഇതുവരെ വാസ്തവവിരുദ്ധമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലെല്ലാം എവിടെയെങ്കിലും സ്ട്രൈക്ക് ചെയ്യുന്ന അതിന്റെ ഉദാഹരണം തന്നെയാണ് ശിവശങ്കറിന് ഇപ്പം അറസ്റ്റിലായിരിക്കുന്നത്. അത് CM രവീന്ദ്രന് പിടിയിലായിരിക്കുന്നതിന്റെയും ചോദ്യം ചെയ്യലിന് വിധേയനായിക്കൊണ്ടിരിക്കുന്നതിന്റെയും കാരണവും ഈ സ്വപ്ന സുരേഷിന്റെ ഈ പറയുന്ന വെളിപ്പെടുത്തലുകൾ തന്നെയാണ്. നാളെ ഈ പറയുന്ന പോലെ അന്വേഷണം ഇവിടേക്ക് എത്തും, അരമനകളിലേക്ക് എത്തും. എത്തുമ്പോഴാണ് ജനം കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അതുവരെ ഇതിനെയൊക്കെ മൂടിപ്പൊതിഞ്ഞ് ഇതുപോലുള്ള വിഷയങ്ങൾ കൊണ്ട് മൂടിപ്പൊതിഞ്ഞ് കൊണ്ട് നടക്കാൻ പറ്റും. ഈ അന്വേഷണം എത്തട്ടെ. അന്വേഷണത്തിന്റെ ഒരു ആദ്യ ഘട്ടം ഇപ്പോൾ MP ഗോവിന്ദൻ മാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങി കഴിഞ്ഞു. MP ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വക്കീൽ നോട്ടീസ് അയച്ചില്ലെങ്കിൽ ഞാൻ കുറ്റക്കാരനാണെന്ന് സ്വയം അംഗീകരിക്കുന്നതില്ല. അല്ല, അതും അവിടെയും ആദ്യഘട്ടത്തിൽ ഞങ്ങൾ ഇതിനൊന്നും മറുപടി പറയാനില്ല എന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറിയാണ് ഇപ്പോൾ ഒരു വക്കീൽ നോട്ടീസുമായി വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു പുനർചിന്തനം വന്നതിന്റെ പിന്നിൽ ശ്രീനാഥ് പറഞ്ഞതുപോലെ ഞങ്ങൾ പ്രതിരോധത്തിലാകും അല്ലെങ്കിൽ അതിന് മറുപടി പിന്നീട് പറയേണ്ടി വരും എന്നുള്ളൊരു ചിന്ത തന്നെ അല്ലേ എന്നുള്ളൊരു സംശയം. അതെ, തീർച്ചയായിട്ടും ആ ഒരു ചിന്ത ഉണ്ടാവണം. ഞങ്ങൾ പ്രതിരോധത്തിലാകും, ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഈ പ്രതിരോധ ജാഥ എന്ന് ഒരുപക്ഷെ ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ജാഥയായിട്ടാണ് തോന്നുന്നത്. ഇത്തരത്തിലുള്ള വിഷയങ്ങളെ പിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയി അതിനെയൊക്കെ എവിടെയെങ്കിലും ഒന്ന് ഒതുക്കി തീർക്കുക എന്നുള്ളതിന്റെ ഒരു ഭാഗമായിട്ടായിരിക്കും. കാര്യം ഇതിലേക്ക് കൊണ്ടുവന്ന കഴിഞ്ഞ ദിവസം പ്രതിരോധ ജാഥയിൽ പങ്കെടുത്ത സ്കൂൾ ബസ്സിനെ കഴിഞ്ഞ ദിവസം MVD പിടികൂടി അതിന്റെ ഇത് ക്യാൻസൽ ചെയ്യും, ലൈസൻസ് ക്യാൻസൽ ചെയ്യും, അതിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഒക്കെ ക്യാൻസൽ ചെയ്യുന്നു. അപ്പൊ ഈ രീതിയിലാണ് കാര്യം ജനങ്ങളെ പ്രകോപിപ്പിക്കുക. EP ജയരാജൻ ഇതിനകത്ത് പ്രതിരോധ ജാഥയിൽ പങ്കെടുക്കാൻ വേണ്ടി അയൽക്കൂട്ട മീൻസ് ഈ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകളും പുറത്തു വന്നതാണ്. തീർച്ചയായും അവരുടെ ഗ്രൂപ്പുകൾ നിങ്ങൾ പങ്കെടുത്തേ പറ്റൂ എന്ന് പറഞ്ഞവരെ ഭീഷണിപ്പെടുത്തുന്ന കാര്യങ്ങളും പുറത്തു വരുന്നു. അപ്പൊ ഈ രീതിയിലെല്ലാം ജനങ്ങളെ എങ്ങനെങ്കിലുമൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട്
ഞങ്ങളുടെ ജാഥ വൻ വിജയമാണ് എന്ന് വരുത്തി തീർക്കുന്ന ഒരു ശ്രമം കൂടിയാണ് നടക്കുന്നത്. തീർച്ചയായും ഇവിടെ ഇപ്പോൾ ആ പറഞ്ഞു വന്ന പോലെ തന്നെ നമ്മൾ ഈ വിഷയത്തിന്റെ അവസാന ഘട്ടത്തിൽ, ഈ ചർച്ചയുടെ ഒരു അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ റിയാസ് ചൂണ്ടിക്കാട്ടി ഒരു കാര്യം കൂടി പറഞ്ഞു വിലയിരുത്തി നമുക്കത് അവസാനിപ്പിക്കാത്തത്, അതായത് ഈ പാർട്ടിക്കുള്ളിൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ള ഒരു അംഗീകാരം വി ഡി സതീശന് കിട്ടുന്നില്ല എന്നാണ് റിയാസ് പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം റിയാസ് വി ഡി സതീശൻ പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷെ അതിനൊന്നും പാർട്ടി പിന്തുണയില്ല, അല്ലെങ്കിൽ ഇവിടെ എത്തുന്ന MLA-മാരുടെ പിന്തുണയോ അല്ലെങ്കിൽ ജനങ്ങളുടെ പിന്തുണയോ ഇല്ല എന്നുള്ളൊരു എന്ന് വരുത്തി തീർക്കാൻ കൂടി റിയാസ് ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷെ അത് എത്രത്തോളം ചർച്ച ചെയ്യപ്പെടും, അല്ലെങ്കിൽ അതൊരു എത്രത്തോളം അതിനകത്ത് ഉണ്ടെന്നുള്ളത് പാർട്ടി നേതാക്കൾ തന്നെ പറയേണ്ട കാര്യം. ഒരു പക്ഷേ അത് ചില മറുപടി ഉടനെ വന്നേക്കും, വരും ദിവസങ്ങളിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ആ പറയുന്നതിനോട് വലിയ യോജിപ്പില്ല. കാര്യം KPCC ഉൾപ്പെടെയുള്ള നേതൃനിര മുഴുവൻ വി ഡി സതീശനൊപ്പമാണ്. പിന്നെ ഈ അടുത്ത കാലത്ത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ പറയാനുള്ള കാര്യം, കഴിഞ്ഞ കുറെ ദിവസങ്ങളിൽ, കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ശശി തരൂരിന്റെ ഒരു എൻട്രി ആയിരുന്നു, ഒരു എമർജി ചെയ്ത് വന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ അതൊക്കെ കൊണ്ട് ഒരു പക്ഷെ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ട് പറഞ്ഞതാവാനും സാധ്യതയുണ്ട്. എന്ത് വന്നു കഴിഞ്ഞാലും അടുത്തൊരു ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് ഈ പറയുന്ന കോൺഗ്രസ് എല്ലാം കൂടെ ഒരു ഒറ്റ കെട്ടായി മാറും. അതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി കാണുന്നതല്ല. അതിനു മുമ്പ് ചില പടലപ്പിണക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അത്തരത്തിലുള്ള ആൾക്കാരെ വളരെ ഈ പൂ ഇറുക്കുന്ന പോലെ എടുത്ത് മാറ്റിവെക്കാൻ പാർട്ടിക്ക് ഈ UDF-നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞിട്ടുണ്ട്. KPCC അധ്യക്ഷനായിട്ടിരിക്കുന്ന K. സുധാകരന് തന്നെ അറിയാവുന്ന കാര്യമുള്ളൂ, ഇങ്ങനെ എന്ത് പ്രശ്നം ഉണ്ടായാലും അതിനെയൊക്കെ ലാഘവത്തോടു കൂടി തള്ളിക്കളയാൻ അദ്ദേഹത്തിന് കഴിയും. തീർച്ചയായും അവിടെ തന്നെയാണ് എനിക്ക് തോന്നുന്നു ഈ ഭരണപക്ഷത്തിന്റെ ആദ്യം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവർ ഒറ്റക്കെട്ടായി പ്രതിഷേധങ്ങൾ ഉയർത്തുന്നു, പല വിഷയങ്ങളിലും മറുപടി പറയാൻ ഭരണപക്ഷത്തിന് കഴിയാതെ വരുന്നു. അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിരോധ മറുപടികളാണ്, അല്ലെങ്കിൽ പ്രതിരോധമാണ് റിയാസിൻ്റേത് അടക്കമുള്ള ഭാഷകളിൽ നിന്ന് വന്നത് എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ശ്രീനാഥ്, ഇനിയുള്ള ദിവസങ്ങൾ സഭ സംഘർഷഭരിതമായിരിക്കും. കാരണം ഇനി വരുന്ന ദിവസങ്ങൾ ഈ പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാതെ പോടാതെ പോവുകയും ഈ വിഷയങ്ങളിൽ ഊന്നി വലിയ പ്രതിഷേധങ്ങൾ ഉയരുകയും ചെയ്യും. എന്തായാലും നമ്മുടെ ഇന്നത്തെ വിഷയം നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഇതിന്റെ തുടർച്ച വരുന്ന മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.